ജ്യോതിഷമനുസരിച്ച് 27 നക്ഷത്രങ്ങളിൽ 16ാമത്തെ നക്ഷത്രമാണ് വിശാഖം. തുലാം രാശിയിലും വൃശ്ചികം രാശിയിലുമായിട്ടാണ് ഈ നക്ഷത്രം വരുന്നത്. ആദ്യത്തെ മുക്കാൽ ഭാഗം തുലാം രാശിയിലും അവസാനത്തെ കാൽഭാഗം വൃശ്ചികം രാശിയിലുമാണ്. പൊതുവായ പ്രത്യേകതകൾ: നക്ഷത്രനാഥൻ വ്യാഴം, ജൂപ്പിറ്റർ. ദേവത ഇന്ദ്രാഗ്നി, ഇന്ദ്രനും അഗ്നിയും. ചിഹ്നം അലങ്കരിച്ച കവാടം അല്ലെങ്കിൽ കുശവന്റെ ചക്രം. മൃഗം സിംഹം. പക്ഷി കാക്ക. വൃക്ഷം വയ്യങ്കത, മലങ്കാര. വ്യക്തിത്വ സവിശേഷതകൾ: വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ബുദ്ധിശാലികളും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും. ഇവരുടെ പ്രധാന സ്വഭാവ ഗുണങ്ങൾ ഇവയാണ്: ദൃഢനിശ്ചയം. എന്തു പ്രതിസന്ധിയുണ്ടായാലും വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ ഇവർ കഠിനമായി പരിശ്രമിക്കും. വിജയം അല്ലെങ്കിൽ മരണം എന്ന രീതിയിലുള്ള പോരാട്ടവീര്യം ഇവരിൽ കാണാറുണ്ട്. വാക്ചാതുരി. കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനും മറ്റുള്ളവരെ സ്വാധീനിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. നീതിബോധം. സത്യസന്ധതയ്ക്കും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും ഇവർ. ഭക്തിയും വിശ്വാസവും. ഈശ്വരവിശ്വാസവും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യവുമുള്ളവരായിരിക്കും. സാമ്പത്തിക ഭദ്രത. കഠിനാധ്വാനം വഴി ജീവിതത്തിൽ നല്ല നിലയിലെത്താനും സമ്പാദിക്കാനും ഇവർക്ക് സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അമിതമായ വാശി. ചിലപ്പോഴെങ്കിലും കാണിക്കുന്ന അമിതമായ വാശി ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തിയേക്കാം. ഇത് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. അസൂയ. മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇത് മനസ്സമാധാനം കളയാൻ കാരണമാകും. ആരോഗ്യവും കരിയറും. ആരോഗ്യം. പൊതുവെ ആരോഗ്യവാന്മാരാണെങ്കിലും ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ കൈകാലുകൾക്ക് വേദനയോ വരാൻ സാധ്യതയുണ്ട്. കരിയർ. രാഷ്ട്രീയം, നിയമം, അധ്യാപനം, ബിസിനസ്, ഗവേഷണം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കാറുണ്ട്. സ്വന്തമായി ബിസിനസ് നടത്തുന്നതിലൂടെ വലിയ വിജയം നേടാൻ ഇവർക്ക് സാധിക്കും. അനുകൂല നക്ഷത്രങ്ങൾ: അശ്വതി, ഭരണി, രോഹിണി, തിരുവാതിര തുടങ്ങിയ നക്ഷത്രങ്ങൾ ഇവർക്ക് അനുകൂലമായി വരാറുണ്ട്. എന്നാൽ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹനിലകൾ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം. പ്രതിവിധി: വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും വ്യാഴത്തിന് പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നതും ഈ നക്ഷത്രക്കാർക്ക് ഐശ്വര്യം നൽകും. 1. രാശിചക്രത്തിലെ മാറ്റം: തുലാം, വൃശ്ചികം. വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങൾ തുലാം രാശിയിലാണ്. ഈ രാശിയുടെ അധിപൻ ശുക്രനായതുകൊണ്ട് ഈ പാദങ്ങളിൽ ജനിച്ചവർക്ക് കലകളോടും സൗന്ദര്യത്തോടും വലിയ താൽപ്പര്യമുണ്ടാകും. ഇവർ മര്യാദയുള്ളവരും നയതന്ത്രജ്ഞരും ഡിപ്ലോമാറ്റിക്കുമായിരിക്കും. എന്നാൽ 4ാം പാദം വൃശ്ചികം രാശിയിലാണ്. ഇതിന്റെ അധിപൻ ചൊവ്വയാണ്. അതുകൊണ്ട് ഈ പാദത്തിൽ ജനിച്ചവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും വീര്യവും അല്പം മുൻകോപവും കണ്ടുവരാറുണ്ട്. 2. ലക്ഷ്യബോധവും കഠിനാധ്വാനവും. വിശാഖം നക്ഷത്രത്തിന്റെ ചിഹ്നമായ കുശവന്റെ ചക്രം, പോട്ടേഴ്സ് വീൽ, സൂചിപ്പിക്കുന്നത് നിരന്തരമായ ചലനത്തെയും അധ്വാനത്തെയുമാണ്. മണ്ണിൽ നിന്ന് മനോഹരമായ പാത്രങ്ങൾ നിർമ്മിക്കുന്നത് പോലെ ശൂന്യതയിൽ നിന്ന് വലിയ നേട്ടങ്ങൾ കെട്ടിപ്പടുത്താൻ ഇവർക്ക് കഴിയും. ഒരിക്കലൊരു ലക്ഷ്യം നിശ്ചയിച്ചാൽ അതിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഇവർ തയ്യാറാവില്ല.